ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് വരാൻ പോകുന്ന 10ാം ക്ലാസ് കണക്ക് പരീക്ഷയിലേക്ക് വരാൻ സാധ്യതയുള്ളതും എളുപ്പമുള്ളതുമായ 5 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ചോദ്യങ്ങളിലേക്ക് കടക്കാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ഒരു ചോദ്യമാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ചോദ്യം ശ്രദ്ധിച്ചേ. ഇഫ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് 6x ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 6x എന്ന് പറയുന്ന ഒരു എന്തിലേക്ക് എക്സ് സ്ക്വയർ പ്ലസ് 6xലേക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് എന്താകുന്നത് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് 16 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ വിച്ച് നമ്പർ ഈസ് എ. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്താണ് എ എന്താണെന്നാണ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാം ചോദ്യവും, ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് ബി ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് 4ab അല്ലയോ? അപ്പോൾ നോക്കി, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 6xനോട് എന്ത് ആഡ് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഇക്വേഷൻ എന്താക്കാൻ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം കൂട്ടിയാൽ മതി. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്ര? ഇവിടെ 6 അല്ലേ? അപ്പോൾ 6ന്റെ പകുതി എടുക്കുക. ഹാഫ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, എക്സിന്റെ പകുതി 6ന്റെ പകുതി, അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ എക്സിന്റെ കൂടെ കിടന്ന കോഎഫിഷ്യന്റ് നമ്മൾ എന്ന് വിളിക്കുകയാണെങ്കിൽ a/2 ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ അത് ആഡ് ചെയ്താൽ പറയായോ? 6/2 എത്ര വരും? 3 അല്ലേ വരുന്നത്? 3യുടെ സ്ക്വയർ എത്ര വരും? 9. അപ്പോൾ 9 ആഡ് ചെയ്താൽ എന്താകും? എക്സ് സ്ക്വയർ പ്ലസ് 6x ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകും. അപ്പോൾ നോക്കി ഏതായിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ എന്ത് വെച്ചേക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എയുടെ വിലയല്ലേ വെച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ പഠിച്ചോളൂ എന്താണ് ഒരു ഇക്വേഷനോട് എന്ത് കൂട്ടുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അത് അതിനോട് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് സ്ക്വയർ ആവുന്നത് പഠിച്ച്. ഇവിടെ 16 അല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്? അതെന്തായിരിക്കും? എക്സിന്റെ കോഎഫിഷ്യന്റ് എയുടെ പകുതി, എയിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് അതിന്റെ പകുതിയുടെ വർഗം എടുത്തപ്പോൾ എത്ര കിട്ടി? 16 കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടു. അപ്പോൾ എന്ത് വരും? a/2 ഈക്വൽ എത്ര? 16ന്റെ റൂട്ട് എത്ര? 4 അല്ലേ? 16ന്റെ റൂട്ട് എത്ര? 4 വേണം. റൂട്ട് ഓഫ് 16 ഈക്വൽ എത്ര വരും? 4 ആണ്. 16ന്റെ റൂട്ട് എത്ര വന്നു? 6 വന്നു. അപ്പോൾ a/2 എത്ര കിട്ടി? 4 കിട്ടി. a അല്ലേ വേണ്ടത്? 2നെ അപ്പുറത്തുണ്ട്. അപ്പോൾ എത്ര? 4 × 2 ഈക്വൽ എത്ര വന്നു? 8 കിട്ടിയില്ലേ? അപ്പോൾ എത്ര? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അത് എന്ത് തന്നേക്കുവാ? എക്സിന്റെ എയുടെ വില കണ്ടുപിടിക്കാൻ പറയാം. എത്ര കിട്ടി? 8 കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് ബി അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് ബി എന്താണ് ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? എ സ്ക്വയർ എന്ന് പറയുന്നത് 4b ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എ സ്ക്വയർ ഇക്വൽ ടു 4b ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ എന്താണ് ബി അല്ലേ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്? ബി എന്തായിരിക്കും? എക്സിന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും. എക്സിന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് ഏതാ? എ അല്ലേ? അപ്പോൾ a/2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഈ സ്ക്വയർ രണ്ടെടുക്കുമ്പോൾ ബി സ്ക്വയർ കൊടുക്കുമ്പോൾ എത്ര? a²/2ന്റെ സ്ക്വയർ സമയം എത്ര? ബി വരും ആണല്ലോ. a²/4 ഈസ് ഈക്വൽ ടു ബി. പിന്നെ a² ഈസ് ഈക്വൽ എത്ര വന്നു? 4. പ്രൂവ് ചെയ്തില്ലയോ? മനസ്സിലായോ? മനസ്സിലായോ? എന്ത് ചെയ്തേ? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 6x എന്ന് പറഞ്ഞേക്കുന്നതിനെ എന്താക്കണം? ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ എടുത്തു. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എത്ര ആയിരുന്നു? 6 ആയിരുന്നു. 6ന്റെ പകുതിയുടെ സ്ക്വയർ 6/2 സ്ക്വയർ ചെയ്ത് എത്ര? 3ന്റെ സ്ക്വയർ വന്നു. 3 സ്ക്വയർ എത്ര വന്നു? 9 വന്നു. അപ്പോൾ എത്ര? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഇതിനോട് എത്ര കൂട്ടുമ്പോൾ 9 കൂട്ടുമ്പോൾ എന്താകും? അത് പെർഫെക്റ്റ് സ്ക്വയർ. ഇവിടെ നോക്കി ഒരു പെർഫെക്റ്റ് സ്ക്വയർ തന്നേക്കുമോ? ഏതൊക്കെയാണ്? സ്ക്വയർ പ്ലസ് ax പ്ലസ് 60 ഒരു പെർഫെക്റ്റ് സ്ക്വയർ തന്നേക്കുമോ? എന്തിൻ്റെ വില കാണണം? എക്സിൻ്റെ അല്ല, എയുടെ വില കാണണം. എയുടെ വില കാണണമെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് എത്ര? 16 അല്ലേ? ആ 16 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ കോഎഫിഷ്യൻ എത്ര? എ അല്ലയോ? എയുടെ പകുതി a/2 ഹോൾ സ്ക്വയർ എത്ര വന്നു? 16. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? റൂട്ട് എടുത്തു. a/2 എത്ര വന്നു? 4 വന്നു. ഇനി എന്ത് വേണ്ടേ? എ അല്ലേ കാണണ്ടേ? a/2 നിന്ന് 2നെ അപ്പുറത്തുണ്ട്. അപ്പോൾ എത്ര? a = 4 × 2 = 8 കിട്ടിയില്ലേ?
ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എ പ്ലസ് ബി സിക്കൽ 0 തന്നിരിക്കുകയാണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്നിട്ട് അല്ലാണ്ട് എ സ്ക്വയർ ഇസ്കൽ 4b എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കി ബി ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും എന്തുമായിരിക്കും? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര? എ അല്ലേ? a/2 ദ ഹോൾ സ്ക്വയർ. നമ്മളിവിടെ എന്ത് ചെയ്തു? സ്ക്വയർ അകത്തോട്ട് കൊടുത്തു. എയുടെ സ്ക്വയർ എ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ എത്ര വന്നു? എ സ്ക്വയർ ബൈ 4 ഇസ്കൽ ബി എന്ന് വന്നു. എ സ്ക്വയർ എത്ര ആയിരിക്കും? 4b ആയിരിക്കും. തെളിയിച്ചില്ലേ? അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ചോദ്യത്തിലേക്ക്. 3 ചോദ്യം കഴിഞ്ഞു. നാലാമത്തെ ചോദ്യം. ആൻസറിലേക്ക് കടക്കാം. ആ ചോദ്യം തുടങ്ങുന്നത് പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ക്യു 90 ഡിഗ്രിയും ആർ എക്സ് ഡിഗ്രിയുമായ ഒരു മട്ടത്രികോണം. അതിന്റെ വശങ്ങൾ പി ക്യു എ, ക്യു ആർ ബി, പി ആർ എത്രയാണ്? സി. ഇങ്ങനെ തന്നേക്കാണ്. ആദ്യം ചോദിക്കുന്നത് എത്ര? ടാൻ എക്സ് ഏത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ബ്രാക്കറ്റ് കുറച്ച് ഓപ്ഷൻ തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഒന്നും ഞാൻ എഴുതുന്നില്ല. ടാൻ എക്സ് അങ്ങ് എഴുതണം. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ടാൻ എക്സ്. ഇപ്പൊ എക്സ് ആംഗിൾ എക്സ് ഏതാ നോക്കുക. ആംഗിൾ എക്സ് ഏതാ? ഇതല്ലേ? ഇനി നോക്കേണ്ട കാര്യം എന്താണ്? ടാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വാല്യൂ എഴുതുന്നത്? ടാൻ എങ്ങനെ എഴുതുന്നത്? ഒരു ആംഗിൾ എന്നാൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണെന്ന് പറയുന്നത് ടാൻ എക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മട്ടത്രികോണത്തിൽ ഒരു ആംഗിളിന്റെ ടാൻ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പോസിറ്റ് സൈഡിനെ എന്തുകൊണ്ട്? അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ടാൻ എക്സ്. അപ്പോൾ നോക്കാമല്ലോ. എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ അല്ലേ? ആണല്ലോ. ഇനി അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് പറയുന്നത് എന്താ? എക്സിന് നേരെ കൂടെ കിടക്കുന്നത് ബി അല്ലേ? ഏതായിരിക്കും ടാൻ എക്സ് എന്ന് പറയുന്നത്? a/b ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? എക്സിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന എ, എക്സിന്റെ കൂടെ കിടക്കുന്നത് ബി. അപ്പോൾ ടാൻ എക്സ് എത്ര കിട്ടി? a/b കിട്ടി. ഇനി അടുത്ത് ഇതുപോലെ എന്ത് കണ്ടുപിടിക്കാനാ? സൈൻ എക്സ് കണ്ടുപിടിക്കാനാണ്. സൈൻ എക്സും കോസ് എക്സും കാണണം. നമ്മൾ സൈൻ എക്സ് ആദ്യം ചെയ്തു. സൈൻ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പറഞ്ഞേ. സൈൻ എക്സ് എങ്ങനെ പറഞ്ഞേ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്നൂസ് ആണ് എന്താ പറയുന്നത്? സൈൻ എക്സ്. അപ്പം എക്സിന്റെ എന്ത് നോക്കണം? ഓപ്പോസിറ്റ് സൈഡ് നോക്കണം. എക്സിന്റെ ഓപ്പോസിറ്റ് ഏതാ? എ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ട്നൂസ്. ഹൈപ്പോട്ട്നൂസ് ഏതാ? സി അല്ലേ? അപ്പോൾ സൈൻ എക്സ് എന്തായിരിക്കും? a/c ആയിരിക്കും. ഇനി നോക്കി കോസ് എക്സ്. കോസ് എക്സ് അല്ലേ വേണ്ടേ? കോസ് എക്സ് എങ്ങനെ വരും? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്നൂസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്നൂസ്. ഇനി നോക്കുക. എക്സിന്റെ അഡ്ജസന്റ് സൈഡ് ഏതാ? ബി അല്ലേ? ബി ബൈ ഹൈപ്പോട്ട്നൂസ് എത്ര? സി. കിട്ടിയില്ലയോ? ഇനി എന്ത് കാണാനാ ചെയ്യുന്നത്? മൂന്നാമത്തെ ചോദ്യം എന്താണ്? കോസ് എക്സ് എ ബൈ സൈൻ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് എ ബൈ കോസ് എക്സ് എന്താണെന്ന് ടാൻ എക്സ് എന്തിലേക്കാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം? സൈൻ എക്സ് എ ബൈ കോസ് എക്സ് എന്ന് എഴുതാമല്ലോ. സൈൻ എക്സ് എ ബൈ കോസ് എക്സ്. സൈൻ എക്സിന്റെ വാല്യൂ എത്ര നമ്മൾ കണ്ടുപിടിച്ചേ? a/c അല്ലായിരുന്നു? അപ്പോൾ എത്ര? a/c ഡിവൈഡ് ബൈ കോസ് എക്സ് എത്ര ആയിരുന്നു? b/c ആണല്ലോ. നോക്കി, രണ്ട് ഫ്രാക്ഷൻസിനെ എന്ത് ചെയ്യാനാണ്? ഡിവൈഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നേരിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചിട്ട് ഗുണിക്കുന്നു. ഏതാ? b/c തിരിച്ചിടാമല്ലോ. b/c തിരിച്ചുമ്പോൾ c മേളിൽ പോവും, b താഴെ വരും. ആണല്ലോ. എന്താ കട്ടായി പോയി? സിയും സിയും കട്ടായി പോയി. ബാക്കി എത്ര വന്നു? a/b. a/b എത്ര? a/b എന്തുവാ? a/b നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? ടാൻ എക്സ്. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? എന്തുവാ? സൈൻ എക്സ് എ ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എക്സ്. പ്രൂവ് ചെയ്തില്ലേ? എളുപ്പമുള്ള ചോദ്യമാണ്. ഇതുപോലെ ഈ റിലേഷൻ ഏതാ? നമ്മൾ ഇത് മൂന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണെന്നും, സൈൻ എക്സ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്നൂസ് ആണെന്നും, കോസ് എക്സ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്നൂസ് ആണെന്നും പറഞ്ഞിരിക്കുന്നത്. ഈ റിലേഷൻ വെച്ച് എന്ത് ചെയ്യാൻ ചോദിക്കും? ഇതുപോലൊരു കണക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ചോദിക്കും. അടുത്ത അഞ്ചാമത്തോ അവസാനത്തുമായ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ സോളിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ദ ഗിവൺ ഫിഗർ ഈസ് എ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് തന്നിരിക്കുന്നു. എന്താണ്? ABAC 25 സെന്റിമീറ്ററും BDDC 15 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അടുത്തയോ വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജിന്റെ നീളവും. പിന്നെ ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ പിരമിഡ്. പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ എന്തുണ്ട്? ഒരു പിരമിഡിന്റെ എന്തുണ്ട്? ലാറ്ററൽ
ലാറ്ററൽ ഫേസ് തന്നേക്കും. ലാറ്ററൽ ഫേസ് എന്ന് പറയുമ്പോൾ എത്രയൊക്കെയാണ്? ഇത് എ ബി സി ഡി ആണെന്ന് വെച്ചു. എന്ത് വന്നേക്കുന്നേ? ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 25 സെൻറ്റിമീറ്റർ നീളവും ഇവിടെ എത്രയാണ്? 15 തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബേസ് എഡ്ജിൻ്റെ നീളം. എപ്പോഴും സ്ക്വയർ പിരമിഡ് എടുത്താൽ എങ്ങനെ വരുന്നത്? താഴെ ചതുരമല്ലേ, ചതുരാകൃതിയല്ലേ? ഈ ചതുരത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? 4 ത്രികോണങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നത്? സ്ക്വയർ പിരമിഡ് ഉണ്ടാകുന്നത്. അതിലൊരു ത്രികോണം അല്ലെങ്കിൽ അതിലൊരു ലാറ്ററൽ ഫേസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ. ഇപ്പോൾ എത്ര സ്പ്ലിറ്റ് ചെയ്തില്ല തന്നിരിക്കുന്നത്? 15 തന്നിരിക്കുന്നത്. എത്ര അടിക്കും? ബേസ് എഡ്ജ് എത്ര അടിക്കും? ബേസ് എഡ്ജ് ഈക്വൽ ടു 15 + 15 ഈക്വൽ എത്ര? 30 സെൻറ്റിമീറ്റർ ആണല്ലോ. എന്താ കിട്ടി? ബേസ് എഡ്ജ് കിട്ടി. രണ്ടാമത്തെ ചോദ്യത്തിന് ലാറ്ററൽ സർഫസ് ഏരിയയിൽ വെച്ചേക്കുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ്? സൈഡിലെ പാർശ്വമുഖങ്ങളുടെ എന്ത് വരപ്പളം എന്ന് പറയും. പാർശ്വമുഖങ്ങളുടെ വരപ്പളം എത്ര ആയിരിക്കും? പാർശ്വമുഖങ്ങൾ എത്ര മുഖങ്ങളുണ്ട്? 4 മുഖങ്ങളുണ്ട്. പാർശ്വമുഖങ്ങളുടെ വരപ്പളമുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2AL ആണ് പഠിച്ചിട്ടുണ്ട്. എ എന്ത് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എ സിവിൽ എത്ര? 30 അല്ലേ? നമുക്ക് എന്ത് വേണം? എല്ല് വേണം. എൽ എന്ന് പറയുന്നതാണ് ലാറ്ററൽ ഹൈറ്റ്. ലാറ്ററൽ ഹൈറ്റ് എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. AD യുടെ നീളമാണ്. AD കാണാൻ എന്ത് ചെയ്താൽ മതി? AD എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സ്ക്വയർ ആയിരിക്കും? 25ന്റെ സ്ക്വയർ. അതായത് ഇതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്തുണ്ട്? ബേസ് തന്നിട്ടുണ്ട്, എന്തുണ്ട്? ഹൈപ്പോട്ടനൂസും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ? ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടനൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ കുറച്ചാണ്. 25ന്റെ സ്ക്വയർ എത്ര വരും? 625. പിന്നെ മൈനസ് എത്ര കുറച്ചാൽ മതി? 15ന്റെ സ്ക്വയർ എത്ര? 225. 625 225 കുറയ്ക്കുമ്പോൾ എത്ര വരും? 400 വരും. അപ്പോൾ എല്ലാം എന്ത് കിട്ടി? എൽ സ്ക്വയർ ആണ് കേട്ടോ. എൽ സ്ക്വയർ എത്ര വരും? 400 വന്നു. നമുക്ക് എൽ അല്ലേ വേണ്ടേ? എൽ എത്ര ആയിരിക്കും? √400 സമത്ര 20 സെൻറ്റിമീറ്റർ. എല്ല് കിട്ടിയില്ലേ? എന്ത് വേണ്ടേ? ലാറ്ററൽ സർഫസ് ഏരിയ ഇല്ലയോ? ലാറ്ററൽ സർഫസ് ഏരിയ LSA സമത്ര 2AL. 2 ഇൻറ്റു ബേസ് എത്ര? 30 ഇൻറ്റു എൽ എത്ര? 20. എത്ര വരും? 3 2 6 6 2 12 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. എളുപ്പമല്ലേ? നമ്മൾ എന്ത് ചെയ്തേ? ഒരു എന്തിൻ്റെ സ്ക്വയർ പിരമിഡിൻ്റെ എന്ത് തന്നു? ലാറ്ററൽ ഫേസ് തന്നു. ആ ലാറ്ററൽ ഫേസ് തന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ആദ്യം ബേസ് എഡ്ജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ബേസ് എഡ്ജ് എന്താ? 2 സ്പ്ലിറ്റ് ചെയ്തേക്കും. എളുപ്പമാണ് ഇത്. കണ്ടുപിടിച്ചതല്ലോ. 15 15 30. ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? 2AL അല്ലേ? ലാറ്ററൽ സർഫസ് ഏരിയ രണ്ടാമത് കണ്ടുപിടിക്കാൻ പറയുന്നത്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയ എത്ര? 2AL. 2ALനകത്ത് എന്തുണ്ട്? A ഉണ്ട്. എത്ര? 30. എന്ന് പറയുന്നത് എന്താ? ബേസ് എഡ്ജ് ആണ്. ബേസ് എഡ്ജ് എത്ര? 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണം? എല്ല് ലാറ്ററൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. ലാറ്ററൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഇപ്പോൾ ഇതാണ് ലാറ്ററൽ ഹൈറ്റ്. ലാറ്ററൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ABD ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിൻ്റെ എന്ത്? ബേസ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടനൂസ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ലാറ്ററൽ ഹൈറ്റ് കിട്ടും. ഇനി നോക്കി, ലാറ്ററൽ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈപ്പോട്ടനൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ. ഹൈപ്പോട്ടനൂസിൻ്റെ സ്ക്വയർ 25ന്റെ സ്ക്വയർ മൈനസ് 15ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ 625. 15ന്റെ സ്ക്വയർ 225. എത്ര വന്നു? എൽ സ്ക്വയർ 400 വന്നു. എൽ എത്ര ആയിരിക്കും? √400 സമത്ര 20 സെൻറ്റിമീറ്റർ. ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? 2AL ആണ്. 2 ഇൻറ്റു 30 ഇൻറ്റു 20. 30 എന്തുവാ? അടുത്ത ബേസ് എഡ്ജും എൽ ഇപ്പോൾ കണ്ടുപിടിച്ച ലാറ്ററൽ ഹൈറ്റും ഗുണിക്കുമ്പോൾ എത്ര വന്നു? 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഈ 5 എണ്ണം. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ ഒരുവിധം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം വന്നത്. ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള കുറച്ച് നല്ല ചെറിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത പാർട്ടിലിടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.